ആലപ്പുഴയ്ക്ക് 2 ദിവസത്തിന് നിൽക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് ട്രെയിനിൽ കയറിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ട്രെയിനൊക്കെ കയറി. ഞങ്ങൾ 7:35 ട്രെയിനിനാണ് പോകുന്നത്. പട്ടിക്കാട് നിന്ന് ട്രെയിൻ കയറി ഷൊർണൂർ വരെയാണ് പോകുന്നത്. അവിടുന്ന് ആലപ്പുഴയിലോട്ട് വേറെ ട്രെയിൻ കയറണം. അപ്പോൾ ഗൈസ് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ കുറേ പുഴകളും പാടവും കായലൊക്കെ കണ്ടിരുന്നു. ദൂരയാത്ര ആയതുകൊണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല വിശാലമായ കായൽ, നല്ല കാറ്റൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. അവിടെ നല്ല ഭംഗിയാണ്. നിങ്ങളൊക്കെ അവിടേക്ക് പോകണം. ഇത് ഞങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ നേരെ മുന്നിൽ 2 കുളക്കോഴികളാണ്. കണ്ടോ, അവിടെ നല്ല കാഴ്ചകളാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾ അവിടുത്തെ പാടത്തേക്കൊക്കെ പോയിരുന്നു. അവിടെ കുറേ ഫുള്ള് വെള്ളം കേട്ടോ. കണ്ടോ, താമരൻ്റെ മുട്ടാണിത്. താമര വളർന്നിട്ടില്ല. ഇത് ഞങ്ങൾ കുളിക്കാൻ പോയപ്പോൾ കണ്ടതാട്ടോ കുതിരനെ. നല്ല ഭംഗിയുണ്ട്. അവിടുത്തെ കാഴ്ചകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അവിടുന്ന് പോരാൻ തന്നെ തോന്നിയില്ല. ഇത് ഞങ്ങളിപ്പോൾ ബോട്ടിലാട്ടോ ഗൈസ്. ഞങ്ങൾ KSRTC ബോട്ടിലാണ് കയറിയത്. അവിടെ കുറേ ഹൗസ് ബോട്ടുകളും തോണികളും എല്ലാതും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ താമരകളൊക്കെ കണ്ടു. നല്ല ഭംഗിയായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. ഇത് ഞങ്ങൾ അവിടേക്ക് പോകുമ്പോൾ തന്നെ കണ്ടോ കുറേ താമരകൾ കണ്ടു. അതിൽ കൂടി കണ്ടോ ഹൗസ് ബോട്ടുകൾ, നിറയെ ഹൗസ് ബോട്ടുകൾ കേട്ടോ. കുറേ ഹൗസ് ബോട്ടുകൾ നിർത്തി വെച്ചിട്ടുണ്ട്. കുറേ ഹൗസ് ബോട്ടുകൾ പോകുന്നുണ്ടായിരുന്നു. അതിൽ കൂടി തോണിയാളും ഉണ്ട് കേട്ടോ കുറേ. പിന്നെ നമ്മൾ ആ സ്പീഡ് പോകില്ലേ ബോട്ടിന് നേരത്തെ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറേ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സ്പീഡ് ബോട്ട് കേട്ടോ. നിങ്ങളതിൽ കയറിക്കണേ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോയി കേട്ടോ. നല്ല ചൂടായിരുന്നു. അവിടേക്കൊന്നും ഇറക്കൂല കേട്ടോ ആരും. എന്ന് വെച്ചാൽ അത്രക്കും തിരമാലയാണ്. അവിടുന്ന് ഇത് വലിയ തിരമാലയിൽ കടലിൻ്റെ അവിടേക്കൊക്കെ എത്തലുണ്ട് കേട്ടോ തിരമാല. കോഴിക്കോട് ബീച്ചത്തെയും കാപ്പാട് ബീച്ചത്തെയും ഒന്നും പോലെയല്ല, നല്ല തിരമാലയാണ്. അവിടെ നല്ല തിരമാല വരുന്നതുകൊണ്ട് കുറേ സെക്യൂരിറ്റികളും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കടകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എല്ലാവരും ചെയ്യണേ.